നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. മകൻ വിവേക് കിരണിനെതിരെ ഇ.ഡി. സമൻസ് എന്ന വാർത്ത നനഞ്ഞ പടക്കമെന്ന് മുഖ്യമന്ത്രി. തന്റെ വീട്ടിലോ മകനോ സമൻസ് കിട്ടിയിട്ടില്ല. അണിയറയിൽ ഇനി എന്തൊക്കെയുണ്ടെന്നറിയില്ല. തന്റെ രാഷ്ട്രീയ പ്രവർത്തനം സുതാര്യവും കളങ്കരഹിതവുമെന്നും മുഖ്യമന്ത്രി. അധികാരത്തിന്റെ ഇടനാഴികളിൽ മകനെ കണ്ടിട്ടുണ്ടോ എന്നും ചോദ്യം. എം.എ. ബേബിയുടേത് വാർത്ത കണ്ടുള്ള പ്രതികരണമാകാമെന്നും പിണറായി വിജയൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണം നടക്കട്ടെ എന്ന് മുഖ്യമന്ത്രി. വിലങ്ങണിഞ്ഞും അണിയാതെയും ആരാണ് ജയിലിലേക്ക് പോകുന്നതെന്ന് നോക്കാം. സഭയിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിനും വിമർശനം. FIR കോടതിയിൽ സമർപ്പിച്ച പ്രത്യേക അന്വേഷണ സംഘം. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ SIT പരിശോധന. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിച്ച ഹൈദരാബാദ് സ്വദേശി നാഗേഷിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം. ഗസ യുദ്ധത്തിന് വിരാമം. ഈജിപ്തിലെ ഉച്ചകോടിയിൽ സമാധാന കരാറിൽ ഒപ്പുവെച്ച് രാജ്യങ്ങൾ. വിട്ടുനിന്ന് ബെഞ്ചമിൻ നെതന്യാഹുവും ഹമാസ് നേതാക്കളും. ബന്ദിമോചനം യാഥാർത്ഥ്യമാക്കി ഇസ്രയേലും ഹമാസും. പശ്ചിമേഷ്യയിൽ ഇനി സമാധാനത്തിന്റെ നാളുകളെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അഭിപ്രായ ഭിന്നതകൾക്കും മാരത്തോൺ ചർച്ചകൾക്കുമൊടുവിൽ OJ ജനീഷ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ. ബിനു ചുള്ളിയിൽ വർക്കിംഗ് പ്രസിഡന്റ്. പുതിയ നിയമനം. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി രാജിവെച്ചതോടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിച്ച അബിൻ വർക്കിയും KM അഭിജിത്തും ദേശീയ സെക്രട്ടറിമാരാകും. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി അധ്യാപക നിയമനത്തിൽ ക്രൈസ്തവ സഭകളുടെ പ്രതിഷേധത്തിന് വഴങ്ങി സർക്കാർ. NSSന് അനുകൂലമായ സുപ്രീം കോടതി വിധി മറ്റ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കും. സഭയുടെ ആവശ്യം അംഗീകരിച്ചത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ. ഭിന്നശേഷി അധ്യാപക നിയമനത്തിൽ സർക്കാരിന്റെ പുതിയ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി. ക്രൈസ്തവ മാനേജ്മെന്റുകൾക്ക് മാത്രമല്ല മറ്റെല്ലാ മാനേജ്മെന്റുകൾക്കും ഈ തീരുമാനം ഗുണം ചെയ്യുമെന്നും ജോസ് കെ മാണി. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി അധ്യാപക നിയമനത്തിൽ സർക്കാരിന്റെ പുതിയ നിലപാട് സ്വാഗതം ചെയ്ത് സിറോ മലബാർ സഭ. വൈകിയാണെങ്കിലും നീതി കിട്ടിയെന്ന് സിറോ മലബാർ സഭ PRO ഫാദർ ടോം ഒലരിക്കരക്കോട്ട്. കൃത്യനിർവഹണത്തിനിടെ ജീവൻ നഷ്ടമായ കൊട്ടാരക്കര സ്റ്റേഷനിലെ ഫയർമാൻ സോണി S. കുമാറിന് വിട നൽകി നാട്. ജീവൻ നഷ്ടമായത് കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ. അപകടം കിണറിന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞ്. അപകടത്തിൽ മരിച്ചത് സോണിയും കിണറ്റിൽ ചാടിയ അർച്ചനയും ആണ് സുഹൃത്തും. സാമ്പത്തിക നൊബേൽ 3 പേർക്ക്. ജോയൽ മൊക്കീർ, ഫിലിപ്പ് അഗിയോൺ, പീറ്റൻ ഹൌവിത്ത് എന്നിവർക്കാണ് പുരസ്കാരം. സുസ്ഥിര വളർച്ചയുമായി ബന്ധപ്പെട്ട പുതിയ മാതൃകകൾ വിശദീകരിച്ച ഗവേഷണത്തിനാണ് പുരസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് സന്ദർശനത്തിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി. സൗദി അറേബ്യ ഒഴികെയുള്ള രാജ്യങ്ങൾ സന്ദർശിക്കാം. മുഖ്യമന്ത്രിയുടെ വിദേശ പര്യടനം ഒക്ടോബർ 15 മുതൽ നവംബർ 9 വരെ. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണത്തിൽ പ്രത്യേക അന്വേഷണം വേണമെന്ന ആവശ്യം തള്ളി സുപ്രീം കോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ ഹർജിക്കാരന് നിർദ്ദേശം. ബീഹാറിൽ മത്സരിക്കുന്ന സീറ്റുകളെ ചൊല്ലി JDU BJP തർക്കം. സമവായത്തിന് ചർച്ചകൾ സജീവം. കരൂർ ദുരന്തത്തിൽ CBI അന്വേഷണത്തിന് സുപ്രീം കോടതി ഉത്തരവ്. നടപടി തമിഴക വെற்றிക്കഴകം നൽകിയ ഹർജിയിൽ മേൽനോട്ടത്തിന് റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ സമിതി. കരൂർ ദുരന്തത്തിലെ CBI അന്വേഷണം തിരിച്ചടിയല്ലെന്ന് DMK വക്താവ് TK ഇളങ്കോവൻ 24നോട്. CBI അന്വേഷണത്തിന്റെ പേരിൽ BJP TVK ഒപ്പം കൂട്ടുമെന്നും BJPയുടെ വാഷിംഗ് മെഷീനിൽ വിജയ് വീണുവെന്നും ഇളങ്കോവൻ. കരൂർ ദുരന്തത്തിൽ സുപ്രീം കോടതി ഉത്തരവിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത്. തമിഴ്നാട് സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷന്റെ അന്വേഷണവും തടഞ്ഞു. രേഖകൾ CBIക്ക് കൈമാറാനും സുപ്രീം കോടതി ഉത്തരവിൽ നിർദ്ദേശം. HD ദേവഗൌഡയുമായുള്ള ബന്ധം വിച്ഛേദിച്ച് ജനതാദൾ കേരള ഘടകം പുതിയ പാർട്ടിയായി. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്ന പുതിയ പാർട്ടിയുടെ പ്രഖ്യാപനം അടുത്ത മാസം 2-ന്. തിരക്കിട്ട നീക്കം. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ. CK ജാനുവിനെ മുന്നണിയിലെടുക്കാനുള്ള തീരുമാനത്തിൽ UDFൽ കടുത്ത എതിർപ്പ്. ധൃതി പിടിച്ച് തീരുമാനം വേണ്ട എന്ന് ഒരു വിഭാഗം. എറണാകുളം കുണ്ടന്നൂരിലെ തോക്ക് ചൂണ്ടിയുള്ള കവർച്ചയിൽ 4 പേർ കൂടി പിടിയിൽ. പ്രതികൾ പിടിയിലായത് ബംഗളൂരു, പുതുച്ചേരി, ഇടുക്കി എന്നിവിടങ്ങളിൽ നിന്ന്. 4 പേരും കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർ. പൊതുപരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തടഞ്ഞ് DYFI BJP പ്രവർത്തകർ. വാഹനം തടഞ്ഞും കൂക്കി വിളിച്ചും പ്രവർത്തകർ. MLAക്ക് സംരക്ഷണമൊരുക്കി കോൺഗ്രസ് മുസ്ലിം ലീഗ് പ്രവർത്തകർ. രാഹുൽ മാങ്കൂട്ടത്തിലെത്തിയത് പിരായിരിയിലെ റോഡ് ഉദ്ഘാടനത്തിന്. അരുന്ധതി റോയുടെ പുസ്തകത്തിന്റെ കവർ പേജ് ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി തള്ളി. പുകവലിക്കെതിരായ മുന്നറിയിപ്പ് പുസ്തകത്തിലുണ്ടെന്നും പൊതുതാൽപര്യ ഹർജി ദുരുപയോഗം ചെയ്യരുതെന്നും കോടതി. വയനാട് കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലെ ആദിവാസി ബാലന്റെ മരണത്തിൽ DGPക്കും ജില്ലാ പോലീസ് മേധാവിക്കും ദേശീയ ST കമ്മീഷന്റെ നോട്ടീസ്. 16-ന് നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശം.
ചുമാമരുന്ന് മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഡോക്ടർ പ്രവീൺ സോണിയുടെ ജാമ്യാപേക്ഷ തള്ളി. അന്വേഷണം അപൂർണമാണെന്നും പ്രതികൾക്കെതിരായ ആരോപണങ്ങൾ ഗുരുതരമെന്നും കോടതിയുടെ നിരീക്ഷണം. വയനാട്ടിൽ തുടർച്ചയായി പെയ്യുന്ന മഴ ടൗൺഷിപ്പ് നിർമ്മാണത്തിന് പ്രതിസന്ധിയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. 2026 ജനുവരിയോടെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് നിലവിലെ ശ്രമം. കൂടുതൽ തൊഴിലാളികളെയും സാമഗ്രികളും എത്തിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ രാത്രിയിലും നടത്താൻ ശ്രമിക്കുമെന്നും മന്ത്രി. IRCTC അഴിമതി കേസിൽ RJD നേതാവ് ലാലു പ്രസാദ് യാദവിനും കുടുംബത്തിനും വൻ തിരിച്ചടി. ലാലു പ്രസാദ് യാദവ്, രാബ്രി ദേവി, തേജസ്വി യാദവ് എന്നിവർ വിചാരണ നേരിടണം. ഡൽഹി റൌസ് അവന്യൂ CBI കോടതിയുടേതാണ് ഉത്തരവ്. സാങ്കേതിക വിദ്യയെ വേറിട്ട് കാണുന്ന സമീപനമാണ് അധ്യാപകരിൽ നിന്നുണ്ടാകുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന വിദ്യാഭ്യാസ രീതി വേണം. ഗോത്രമേഖലയിലും തീരദേശ മേഖലയിലും പഠനത്തിന് പ്രത്യേകം ശ്രദ്ധ വേണമെന്നും മന്ത്രി. കോഴിക്കോട് ബാലുശ്ശേരിയിലെ അതിഥി തൊഴിലാളിയുടെ കൊലപാതകത്തിൽ 2 പേർ അറസ്റ്റിൽ. ജാർഖണ്ഡ് സ്വദേശികളായ സുനിൽ ഒറോൺ, ഘനശ്യാം ഒറോൺ എന്നിവരാണ് അറസ്റ്റിലായത്. ജാർഖണ്ഡ് സ്വദേശി പരമേശ്വറിന്റെ കൊലപാതകത്തിലാണ് അറസ്റ്റ്. സമസ്തയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന മരങ്ങൾ മുറിച്ചു വിറ്റതിൽ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ച സമസ്ത 5.5 ഏക്കർ സ്ഥലത്ത് നടന്ന മരമുറി അന്വേഷിക്കുന്നത് പുത്തനഴി മൊയ്തീൻ ഫൈസിയുടെ നേതൃത്വത്തിലുള്ള സംഘം. നിരവധി മരങ്ങൾ മുറിച്ചു മാറ്റിയതായി കണ്ടെത്തൽ. വിശദമായ റിപ്പോർട്ട് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കൈമാറും. അടുത്ത വർഷം മുതൽ സ്കൂൾ പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കാൻ ആലോചനയെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കായിക വിദ്യാർത്ഥികൾക്ക് കൂടി ഗുണകരമാകുന്ന രീതിയിൽ പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കും. സംസ്ഥാന കായിക ദിനാചരണ ഉദ്ഘാടന വേദിയിലായിരുന്നു മന്ത്രിയുടെ പരാമർശം. ബെവ്കോ മദ്യക്കുപ്പികൾ തിരികെ വാങ്ങുന്ന പദ്ധതി ആദ്യ 1 മാസം പൂർത്തിയാകുമ്പോൾ തിരിച്ചെത്തിയത് പകുതിയിലേറെ കുപ്പികൾ. 7 ലക്ഷം കുപ്പികൾ തിരിച്ചെത്തി. ചികിത്സാ പിഴവ് ആരോപണത്തിൽ പാലക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടേഴ്സിനെ സസ്പെൻഡ് ചെയ്തതിനെതിരെ KGMOയെ പ്രഖ്യാപിച്ച OP ബഹിഷ്കരണം മാറ്റി. വിഷയം വിദഗ്ധ സമിതി അന്വേഷിക്കുമെന്ന് സർക്കാരിൽ നിന്ന് ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് തീരുമാനം. 9 വയസ്സുകാരുടെ കൈമുറിച്ചു മാറ്റിയ സംഭവത്തിലാണ് ഡോക്ടേഴ്സിനെതിരെ പരാതി. സംസ്ഥാനത്ത് ആശങ്കയായി വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വര മരണം. കടക്കൽ സ്വദേശിയായ വർക്ക്ഷോപ്പ് ജീവനക്കാരൻ മരിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. ഇന്നലെ മാത്രം രോഗം സ്ഥിരീകരിച്ചത് 4 പേർക്ക്. ഈ മാസം ഇതുവരെ 20 രോഗികൾ. പാലക്കാട് വാണിയംകുളത്ത് ഡിവൈഎഫ്ഐ മുൻ നേതാവിനെ ആക്രമിച്ച സംഭവത്തിൽ മുഖ്യപ്രതി രാകേഷ് കീഴടങ്ങി. ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറിയാണ് രാകേഷ്. സിവിൽ സർവീസിൽ നിന്ന് രാജിവെച്ച മലയാളി IAS ഉദ്യോഗസ്ഥൻ കണ്ണൻ ഗോപിനാഥൻ കോൺഗ്രസിലേക്ക്. AICC ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിച്ചു. സർവീസിൽ നിന്നുള്ള രാജി ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിൽ പ്രതിഷേധിച്ച്. ആലപ്പുഴ ഹരിപ്പാട് വീട്ടമ്മ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ വീഴ്ചയില്ലെന്ന് KSEB. സ്റ്റേവയർ പൊട്ടിയതാണ് അപകട കാരണമെന്ന നാട്ടുകാരുടെ വാദം തള്ളി KSEB സേഫ്റ്റി ഓഫീസറുടെ റിപ്പോർട്ട്. സ്റ്റേവയർ ആരോ ഊരി മാറ്റിയതാണെന്ന് റിപ്പോർട്ടിൽ പരാമർശം. ആലപ്പുഴ ഹരിപ്പാട് വീട്ടമ്മയുടെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ചീഫ് സേഫ്റ്റി കമ്മീഷണറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി. കോട്ടയം പിഴകിൽ സ്കൂളിൽ മോഷണം. പിഴക് നിർമ്മല പബ്ലിക് സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥികൾ വിനോദസഞ്ചാരത്തിന് ഉൾപ്പെടെ സമാഹരിച്ച പണമാണ് മോഷണം പോയത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് മരിച്ച ബിന്ദുവിന്റെ മകൻ ദേവസ്വം ബോർഡിൽ ജോലിക്കെത്തി. ദേവസ്വം ബോർഡ് ഓവർസിയറായിട്ടാണ് ജോലിയിൽ പ്രവേശിക്കുന്നത്. സർക്കാർ ദേവസ്വം ബോർഡിൽ സ്ഥിരം ജോലി വാഗ്ദാനം ചെയ്തിരുന്നു. പത്തനംതിട്ടയിൽ വസ്തു എഴുതി വാങ്ങാൻ അമ്മയെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ മകൻ അറസ്റ്റിൽ. അടൂർ പള്ളിക്കൽ സ്വദേശിനി ലിസിയെയാണ് മകനും മരുമകളും ചേർന്ന് തോക്കുമായെത്തി ഭീഷണിപ്പെടുത്തിയത്. മകൻ ജെറി വർഗീസിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. കനത്ത മഴയിൽ ദേശീയപാതയിൽ നിന്ന് വെള്ളം ഇരച്ചു കയറി വീടുകൾക്ക് നാശനഷ്ടം. ദേശീയപാത 66 കുറ്റിപ്പുറത്താണ് വെള്ളം കയറി വീടുകൾക്ക് നാശമുണ്ടായത്. കാറിന്റെ ബോണറ്റിൽ കുടുങ്ങിയ പൂച്ചയ്ക്ക് രക്ഷകരായി പെരിന്തൽമണ്ണ ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റ്. ഒറ്റപ്പാലം സ്വദേശികളായ അഭിരാം, ആഷിഖ് എന്നിവരുടെ കാറിലാണ് പൂച്ച കുടുങ്ങിയത്. കണ്ണൂർ പുതിയങ്ങാടിയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ അതിഥി തൊഴിലാളി മരിച്ചു. ഒഡീഷ സ്വദേശി സുഭാഷ് ബീരയാണ് മരിച്ചത്. കോഴിക്കോട് വടകരയ്ക്ക് സമീപം തോടന്നൂരിൽ പനി ബാധിച്ച് 4 വയസ്സുകാരി മരിച്ചു. രാജസ്ഥാൻ സ്വദേശി നിസാമുദ്ദീന്റെ മകളാണ് മരിച്ചത്. പനിയെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. എറണാകുളം മാറമ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ UDF ഭരണസമിതിക്കെതിരെ ഗുരുതര വായ്പാ ക്രമക്കേട് ആരോപണം. ബാങ്ക് മുൻ പ്രസിഡന്റ് വ്യാജരേഖ ഹാജരാക്കി വായ്പയെടുത്തു എന്നാണ് പരാതി. കേസിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ച വിജിലൻസ് ക്രമക്കേട് നടന്നതായി കണ്ടെത്തി. എറണാകുളം കാക്കനാട് വിദ്യാർത്ഥികളുമായി പോയ വാഹനം നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ചു. വാഹനത്തിലുണ്ടായിരുന്നത് 15 കുട്ടികൾ. ആർക്കും പരുക്കില്ല.
ഭാരതപ്പുഴയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മലപ്പുറം തവനൂർ സ്വദേശി വിവേകാണ് മരിച്ചത്. മൃതദേഹം കണ്ടെത്തിയത് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തിയ പരിശോധനയിൽ. ഗുരുവായൂരിൽ വീണ്ടും തെരുവുനായ ആക്രമണം. ക്ഷേത്ര ദർശനത്തിനെത്തിയ ഭക്തനെ ആക്രമിച്ചു. ഇന്ന് രാവിലെ പടിഞ്ഞാറെ നടയിൽ വെച്ചാണ് സംഭവം. മലപ്പുറം എടപ്പാൾ കണ്ടനകത്ത് നിയന്ത്രണം വിട്ട സ്കൂൾ ബസ് കടയിലേക്ക് ഇടിച്ചു കയറി ഒരാൾ മരിച്ചു. മൂന്ന് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. വയനാട് തിരുനെല്ലി അപ്പപ്പാറ വനപാതയിൽ ആനകൾ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ വാഹനമോടിച്ച് യാത്രക്കാർ. അത്ഭുതകരമായാണ് ഇവർ ആനകളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. സംഭവത്തിൽ വനംവകുപ്പ് കേസെടുത്തു. കോഴിക്കോട് കല്ലാച്ചിയിൽ ഓടിക്കൊണ്ടിരുന്ന ബസിന്റെ ടയറിന് തീപിടിച്ചു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ആളപായം ഇല്ല. തിരുവനന്തപുരം ജില്ലാ സ്കൂൾ മീറ്റിൽ സബ് ജൂനിയർ നീന്തലിൽ 5 സ്വർണം നേടി ആജുഷി അവന്തിക. കാര്യവട്ടം ചെങ്കോട്ടുകോണം തുണ്ടത്തിൽ MVHSS വിദ്യാർത്ഥിനിയാണ് ആജുഷി. മലപ്പുറം നന്നമുക്ക് മണ്ണിലിയാർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. 12,500 രൂപ മോഷണം പോയി. വാതിൽ തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത്. എറണാകുളം മൂവാറ്റുപുഴയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് കോളേജ് വിദ്യാർത്ഥി മരിച്ചു. ശാന്തിഗിരി കോളേജ് വിദ്യാർത്ഥി അഭിഷേകാണ് മരിച്ചത്. കനത്ത മഴയിൽ കൊല്ലം പുനലൂരിൽ മണ്ണിടിച്ചിൽ. കരവാളൂർ പച്ചയിലുണ്ടായ മണ്ണിടിച്ചിലിൽ നിരവധി മരങ്ങൾ കടപുഴകി. കോതമംഗലത്തെ സ്വകാര്യ ബസ്സിനെതിരെ നടപടിയെടുത്തത് താൻ കൺമുന്നിൽ കണ്ട നിയമലംഘനത്തിന്റെ അടിസ്ഥാനത്തിലെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. ഹോൺ മുഴക്കിയതിനാണ് നടപടിയെന്ന് പ്രചരിപ്പിക്കുന്നത് അന്തസ്സില്ലായ്മയാണെന്നും ഗണേഷ് കുമാർ. മലപ്പുറം വാഴയൂർ സാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡിയിലെ MSW 1ാം വർഷ വിദ്യാർത്ഥികളുടെ റൂറൽ ക്യാമ്പിന്റെ ഭാഗമായി കർണാടകയിലെ ഹൂഡ വില്ലേജിൽ യുണീക് ഡിസബിലിറ്റി കാർഡിനായുള്ള ഹെൽപ്പ് ഡെസ്ക് തുറന്നു. സാമൂഹ്യ പ്രവർത്തക വിഭാഗം അധ്യാപകൻ മുർഷിദ് മോൻ തയ്യലിന്റെ നേതൃത്വത്തിലായിരുന്നു ഹെൽപ്പ് ഡെസ്ക് തുറന്നത്. നോക്കാമിനി പ്രധാന അറിയിപ്പുകൾ. കൊല്ലം വയക്കൽ വട്ടപ്പാറ തങ്കക്കല്ല് റോഡിൽ ഇന്നു മുതൽ 15 ദിവസത്തേക്ക് ഗതാഗതം നിരോധിച്ചു. വട്ടപ്പാറ ഭാഗത്തു നിന്നും തങ്കക്കല്ല് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ തേവയിൽക്കൊപ്പം റോഡ് വഴിയും തങ്കക്കല്ലിൽ നിന്ന് വട്ടപ്പാറയിലേക്ക് പോകുന്ന വാഹനങ്ങൾ കൈതോട് നിലമേൽ തട്ടുമല റോഡ് വഴിയും പോകണം. കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റും ഇടുക്കി ജില്ലാ വ്യവസായ കേന്ദ്രവും സംയുക്തമായി സ്കൂൾ കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം നടത്തുന്നു. മത്സരം ഇടുക്കി ന്യൂമാൻ LP സ്കൂളിൽ ഈ മാസം 18 രാവിലെ 9. താൽപ്പര്യമുള്ളവർ പ്രധാന അധ്യാപകൻ മുഖേന ഈ മാസം 17 മുമ്പ് നേരിട്ടോ ഇമെയിലിലൂടെയോ അപേക്ഷ നൽകണം. ആലപ്പുഴ ചെങ്ങന്നൂർ ഗവൺമെന്റ് വനിതാ ITIയിൽ വിവിധ ട്രേഡുകളിൽ സീറ്റ് ഒഴിവ്. സ്പോട്ട് അഡ്മിഷൻ ഈ മാസം 17. മാവേലിക്കര ഗവൺമെന്റ് ITIയിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് വുഡ് വർക്ക് ടെക്നീഷ്യൻ ട്രേഡുകളിൽ SC/ST വിഭാഗത്തിൽ സീറ്റ് ഒഴിവ്. അപേക്ഷ നൽകേണ്ട അവസാന തീയതി ഈ മാസം 17. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. മെഡിസെപ് പദ്ധതിക്ക് കീഴിൽ 6 മാസത്തേക്കാണ് നിയമനം. അഭിമുഖം ബുധനാഴ്ച രാവിലെ 11 മണിക്ക്. ദേശീയ വാർത്തകൾ. കരൂർ ദുരന്തത്തിൽ CBI അന്വേഷണത്തിന് ഉത്തരവിട്ട സുപ്രീം കോടതി വിധിയിൽ പ്രതികരിച്ച് TVK അധ്യക്ഷൻ വിജയ്. നീതി പുലരുമെന്ന് വിജയുടെ എക്സ് പോസ്റ്റ്. തമിഴ്നാട്ടിൽ രാജ്ഭവനിലും BJP ആസ്ഥാനത്തും വ്യാജ ബോംബ് ഭീഷണി. പോലീസ് പരിശോധനയിൽ സംശയാസ്പദമായി ഒന്നും കണ്ടെത്താനായില്ല. ഗസ ബന്ദിമോചനത്തെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മേഖലയിൽ സമാധാനം സ്ഥാപിക്കാനുള്ള ട്രംപിന്റെ ആത്മാർത്ഥമായ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നുവെന്ന് നരേന്ദ്രമോദി. ബംഗാൾ ദുർഗാപൂരിലെ കൂട്ടബലാത്സംഗവുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശത്തിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി മമതാ ബാനർജി. തന്റെ വാക്കുകൾ മനഃപൂർവ്വം വളച്ചൊടിച്ചതെന്ന് മമതാ ബാനർജി. മമതാ ബാനർജിക്കെതിരെ CPIM ഉൾപ്പെടെയുള്ള പാർട്ടികൾ രംഗത്തെത്തി. ജമ്മുകശ്മീരിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി സൈന്യം. ശൈത്യകാലത്തിന് മുമ്പ് നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. ബീഹാർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഡൽഹി കലാപക്കേസിൽ ജയിലിൽ കഴിയുന്ന ഷർജീൽ ഇമാം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇടക്കാല ജാമ്യം തേടി ഡൽഹി കോടതിയെ സമീപിച്ചു. ഛത്തീസ്ഗഡിൽ സൈന്യത്തിന് നേരെ മാവോയിസ്റ്റുകളുടെ ആക്രമണം. ബിജാപൂരിൽ മാവോയിസ്റ്റുകൾ സ്ഥാപിച്ച പ്രഷർ IED പൊട്ടിത്തെറിച്ച് ഒരു സൈനികന് പരുക്ക്. നോക്കാം രാജ്യാന്തര വാർത്തകൾ. പാകിസ്ഥാനിലെ ലാഹോറിൽ ഇസ്രായേൽ വിരുദ്ധ മാർച്ചിനിടെ വൻ സംഘർഷം. TLP അനുയായികളും പോലീസും ഏറ്റുമുട്ടി. 5 പേർ കൊല്ലപ്പെട്ടതായി പോലീസ്. ചൈനയ്ക്ക് 100% അധിക തീരുവ ഏർപ്പെടുത്തുമെന്ന തീരുമാനത്തിൽ നിന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്മാറുന്നതായി സൂചന. ഓഹരി വിപണിയിലെ തകർച്ചയെ തുടർന്നാണ് പിന്മാറ്റം. ഇസ്രായേൽ യാത്രയ്ക്കിടെ ട്രംപ് ചൈനീസ് പ്രസിഡന്റിനെ പുകഴ്ത്തി സംസാരിച്ചു.
ഷട്ട്ഡൌൺ തുടർന്നാൽ അമേരിക്കയിൽ കൂടുതൽ പേർക്ക് തൊഴിൽ നഷ്ടമാകുമെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസ്. 4200 ജീവനക്കാരെ വെള്ളിയാഴ്ച മുതൽ പിരിച്ചുവിടാൻ ആരംഭിച്ചിരുന്നു. 7.5 ലക്ഷത്തോളം സർക്കാർ ജീവനക്കാർ ഒക്ടോബർ 1 മുതൽ നിർബന്ധിത അവധിയിലാണ്. പാകിസ്ഥാൻ അഫ്ഗാൻ അതിർത്തിയിൽ നടന്ന ഏറ്റുമുട്ടലിൽ 58 പാക് സൈനികരും 200-ലധികം താലിബാൻ സൈനികരും കൊല്ലപ്പെട്ടതായി പാക് സൈന്യം. 19 അഫ്ഗാൻ സൈനിക പോസ്റ്റുകളും ഭീകരരുടെ താവളങ്ങളും പിടിച്ചെടുത്തതായി പാക് സൈന്യം. അതിർത്തിയിലെ വഴികളും പാകിസ്ഥാൻ അടച്ചു. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറെന്ന് സൗദിയും ഖത്തറും ഇറാനും. ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നും ചർച്ചയിലൂടെ പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ടു. ബംഗ്ലാദേശിൽ ഡെങ്കിപ്പനി ബാധിച്ച് 5 പേർ കൂടി മരിച്ചു. ഈ വർഷം ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചത് 230 പേർ. 1000-ഓളം പേർ ചികിത്സയിൽ. സംസ്ഥാനത്ത് സ്വർണത്തിന് പുതിയ സർവകാല റെക്കോർഡ്. പവന് 240 രൂപ കൂടി 91,960 രൂപയും ഗ്രാമിന് 30 രൂപ കൂടി 11,495 രൂപയുമായി. അമേരിക്ക ചൈന തീരുവ തർക്കമാണ് വില കൂടാൻ കാരണം. അമേരിക്കൻ താരിഫ് പ്രഭാവം MSME മേഖലയെ എങ്ങനെ ബാധിച്ചെന്ന് കണക്കാക്കാൻ ധനമന്ത്രാലയം. പൊതുമേഖലാ ബാങ്ക് പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തും. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ തീരുവ എങ്ങനെ ബാധിച്ചെന്നും വായ്പ ആവശ്യമുണ്ടോ എന്നും പരിശോധിക്കും. ടാറ്റാ സൺസിന്റെ ചെയർമാൻ പദവിയിൽ തുടരാൻ N. ചന്ദ്രശേഖരന് അനുമതി. വിരമിക്കൽ നയത്തിൽ മാറ്റം വരുത്തി ബോർഡ്. 3ാം എക്സിക്യൂട്ടീവ് കാലാവധിക്ക് അംഗീകാരം നൽകി. സെമി കണ്ടക്ടറുകൾ, ഇലക്ട്രിക് വാഹന ബാറ്ററികൾ, എയർ ഇന്ത്യയുടെ പരിവർത്തനം എന്നിവയുടെ തുടർച്ച ഉറപ്പാക്കാനാണ് തീരുമാനം. വെള്ളിവില സർവകാല റെക്കോർഡിൽ. ഗ്രാമിന് 188 രൂപയായി. കഴിഞ്ഞയാഴ്ച മാത്രം വെള്ളിവിലയിലുണ്ടായത് 48% ഉയർച്ച. ഈ വർഷം ഇതുവരെ വെള്ളിവിലയിലുണ്ടായത് 71% വർധന. H1B വിസകളെ ആശ്രയിച്ചല്ല TCSന്റെ പ്രവർത്തനമെന്ന് CEO K. കൃതിവാസൻ. H1B വിസകൾ ഇല്ലാതെയും സാധാരണ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് വിലയിരുത്തൽ. നോക്കാമിനി കായിക വാർത്തകൾ. അർജന്റീനയും സ്പെയിനും മുഖാമുഖം എത്തുന്ന പിനാലിൻസിമ മത്സരത്തിന് ഖത്തർ ലുസൈൽ സ്റ്റേഡിയം വേദിയാകുമെന്ന് റിപ്പോർട്ട്. മാർച്ച് 28-നായിരിക്കും മത്സരം. ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ജയം തുടരാൻ ഫ്രാൻസ് ഇന്ന് കളത്തിൽ. രാത്രി 12:15 നടക്കുന്ന മത്സരത്തിൽ എതിരാളികൾ ഐസ്ലാൻഡ്. ലോറ്റോറിക്കെതിരായ മത്സരത്തിനായി പരിശീലനം തുടങ്ങി അർജന്റീന നായകൻ ലിയോണൽ മെസ്സി. ഇന്റർ മയാമിയുടെ മത്സരമുണ്ടായിരുന്നതിനാൽ വെനസ്വേലയ്ക്കെതിരെ മെസ്സി കളിച്ചിരുന്നില്ല. AFC ഏഷ്യൻ കപ്പ് യോഗ്യതാ റൗണ്ടിലെ നിർണായക പോരാട്ടത്തിനായി ഇന്ത്യൻ ഫുട്ബോൾ ടീം കഠിന പരിശീലനത്തിൽ. നാളെ രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ സിംഗപ്പൂരാണ് എതിരാളികൾ. 14 വയസ്സുകാരൻ വൈഭവ് സൂര്യവംശിക്ക് പുതിയ ദൗത്യം. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ബീഹാർ ടീമിന്റെ വൈസ് ക്യാപ്റ്റനാകും. നോക്കാമിനി കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. അജിത് വിനായക ഫിലിംസിന്റെ ബാനറിൽ വിനായക അജിത്ത് നിർമ്മിക്കുന്ന മധുവിധുവിന്റെ ടൈറ്റിലും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പുറത്ത്. ഷറഫുദ്ദീൻ നായകനായെത്തുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് വിഷ്ണു അരവിന്ദാണ്. ബിന്ദു പണിക്കരുടെ മകൾ കല്യാണി പണിക്കരാണ് ചിത്രത്തിൽ നായികയായി വേഷമിടുന്നത്. നവ്യ നായർ, സൗബിൻ ഷാഹിർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളായി റത്തീന സംവിധാനം ചെയ്യുന്ന പാതിരാത്രി എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് നടന്നു. ജെയ്ക്സ് ബിജോയിയാണ് ചിത്രത്തിനു വേണ്ടി സംഗീതമൊരുക്കിയത്. ഈ മാസം 17-ന് ചിത്രം തിയേറ്ററുകളിൽ. സൂര്യ നായകനാകുന്ന ചിത്രം കറുപ്പിന്റെ റിലീസ് വൈകും. സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ തീരാൻ താമസമെടുക്കുന്നതിനാൽ റിലീസ് വൈകുമെന്ന് സംവിധായകൻ RJ ബാലാജി. മാരേജ് സർട്ടിഫിക്കറ്റിൽ ഒരു എക്സ്പയറി ഡേറ്റ് വേണമെന്ന ആവശ്യവുമായി എത്തിയ സിനിമ PWD സൈന പ്ലേ OTT റിലീസ് ചെയ്തു. ജോസഫാണ് രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. നോക്കാമിനി ഫാക്ട് ചെക്ക്. പഴയ നോട്ടുകളും നാണയങ്ങളും കേന്ദ്ര സർക്കാർ തിരിച്ചെടുക്കുന്നുവെന്ന പ്രചാരണം വ്യാജം. ഇന്ത്യയിൽ നോട്ടുകളും നാണയങ്ങളും പുറത്തിറക്കുന്നതും ഇവ പിൻവലിക്കുന്നതും RBIയുടെ ചുമതലയാണ്. പഴയ നാണയങ്ങളും നോട്ടുകളും തിരിച്ചെടുക്കുന്നുണ്ടെങ്കിൽ RBI ഔദ്യോഗികമായി അറിയിക്കും. കോഴിക്കോട് കോവൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് HSSൽ ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിൽ താൽക്കാലിക ഒഴിവ്. അഭിമുഖം നാളെ രാവിലെ 11 മണിക്ക്. കൊല്ലം ജില്ലാ സ്പോർട്സ് കൗൺസിൽ തെരഞ്ഞെടുപ്പ് നാളെ രാവിലെ 10-ന് ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഹാളിൽ നടക്കും. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജില്ലാ സ്പോർട്സ് കൗൺസിൽ നോമിനി സ്ഥാനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. പത്തനംതിട്ട ജില്ലാ സ്കൂൾ കായികമേള നാളെ മുതൽ 16 വരെ കൊടുമൺ EMS സ്റ്റേഡിയത്തിൽ നടക്കും. നാളെ രാവിലെ 10 മണിക്ക് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് മഞ്ചേരിയിലെ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ സെല്ലിൽ
ക്ലർക്കിനെ നിയമിക്കുന്നു. താൽപ്പര്യമുള്ള 10ാം ക്ലാസ് വിജയിച്ച കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർ ഈ മാസം 14 രാവിലെ 10 മഞ്ചേരി ഗവൺമെന്റ് പോളിടെക്നിക്കിൽ നേരിട്ട് എത്തണം. കണ്ണൂർ ഗവൺമെന്റ് ITIയിലെ ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നു. അഭിമുഖം നാളെ രാവിലെ 11:30 പ്രിൻസിപ്പൽ ഓഫീസിൽ. നോക്കാം ഇപ്പോൾ കിട്ടിയത്. അനധികൃത കുടിയേറ്റത്തിനെതിരെ കർശന നടപടിയുമായി ഡൽഹി പോലീസ് 6 ആഫ്രിക്കൻ പൗരന്മാരെ കസ്റ്റഡിയിലെടുത്തു. നിലവിൽ 6 പേരെയും നാടുകടത്തൽ നടപടികൾക്കായി ഡൽഹി ലാംപൂർ സേവാ സദനിലെ തടങ്കൽ കേന്ദ്രത്തിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ഗുജറാത്തിൽ റാബി കൃഷി മഹോത്സവം ഈ മാസം 14-15 തീയതികളിൽ നടക്കും. കർഷകർക്ക് ആധുനിക കാർഷിക രീതികൾ, സാങ്കേതിക വിദ്യകൾ, നൂതന സമീപനങ്ങൾ എന്നിവ പരിചയപ്പെടുത്തുകയാണ് ലക്ഷ്യം. മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള സംഘർഷത്തിൽ ഒരാൾക്ക് പരിക്ക്. തർക്കം ട്രാക്ടർ ഡ്രൈവറെ നിയമിക്കുന്നതിനെ ചൊല്ലി ഒരാൾ അറസ്റ്റിൽ. 100 ന്യൂസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.